ഹായ് ഫ്രണ്ട്സ്, ഈ വീക്കെൻഡ് ട്രൈ ചെയ്യാൻ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കണേ. ഒരു ബോംബെ സാൻഡ്വിച്ച്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതൊരു ഫേമസ് ബോംബെ സ്ട്രീറ്റ് ഫുഡാണ്. ആ ബട്ടറിൽ ടോസ്റ്റ് ചെയ്ത ക്രിസ്പി ബ്രെഡും അതിൻ്റെ നടുവിലൊരു പൊട്ടാറ്റോ മസാലയും പിന്നെ നമ്മളെ ഗ്രീൻ ചട്നിയുടെ ഒരു പുളിപ്പും എല്ലാം കൂടി ഒരു അടിപൊളി കോമ്പിനേഷനാണ്. എത്ര കഴിച്ചാലും ഇത് മതിയാവില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ആദ്യം അതിൻ്റെ ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു കെട്ട് മല്ലിയില, കുറച്ച് പുതിന, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളകും ഒരു 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് നല്ലോണം മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് വാട്ടറി ആണ്. അതുമല്ല നമ്മൾ ഇലകളല്ലേ അരച്ചേക്കണേ, അപ്പോൾ കുറച്ചൊരു തരിതരിന്നുണ്ടാവും. അപ്പോൾ ഇത് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആക്കാൻ വേണ്ടി ഇതിലേക്ക് ഒരു ബ്രെഡാണ് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് അരച്ചു കൊടുക്കുന്നത്. ഈ റെസിപ്പിക്ക് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് വൈറ്റ് സാൻഡ്വിച്ച് ബ്രെഡാണ്. ഇപ്പൊ കണ്ടില്ലേ, ബ്രെഡ് ചേർത്ത് അരച്ചതിന് ശേഷം നമ്മളുടെ ഗ്രീൻ ചട്നിക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് കിട്ടിയേക്കണത്. അതിനുശേഷം ഞാൻ ഒരു 1/2 ലൈം ജ്യൂസും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഈ ചട്നി ഒരു 1 to 2 വീക്സ് വരെ നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് നമുക്ക് ഇതിനു വേണ്ടിയുള്ള പൊട്ടാറ്റോ മസാല തയ്യാറാക്കാം. അതിന് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഒരു 1/4 ടീസ്പൂൺ കടുകും ഒരു 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനുശേഷം ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് ഞാനിവിടെ ചേർത്തേക്കണേ. ഒപ്പം ഒരു 5 to 6 ബോയിൽഡ് പൊട്ടാറ്റോസും. ഞാൻ ബോയിൽഡ് പീസും കുറച്ച് ഇവിടെ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് ചേർത്താൽ മതി. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് തെളിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കിട്ടും. ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. ഇപ്പോൾ നമ്മളുടെ പൊട്ടാറ്റോ മസാല റെഡിയായി. ഇനി നമുക്ക് സാൻഡ്വിച്ച് അസംബിൾ ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു സ്ലൈസ് ബ്രെഡ് എടുത്ത് അതിൻ്റെ കോർണേഴ്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടറാണ് ഇവിടെ സ്പ്രെഡ് ചെയ്യണേ. ബട്ടർ നല്ലോണം ഈവൻലി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ ചട്നിയാണ് അടുത്തത് ചേർക്കേണ്ടത്. ഗ്രീൻ ചട്നി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ചോ കൂടുതലോ നമുക്ക് ചേർക്കാം. അടുത്തത് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഒരു ലെയർ ചേർക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് തിൻലി സ്ലൈസ്ഡ് വെജിറ്റബിൾസ് ആണ്. ആദ്യം കുറച്ച് സവാള, അതിനുശേഷം തിൻലി സ്ലൈസ്ഡ് പീസസ് ഓഫ് ടൊമാറ്റോ, അവസാനം ഞാൻ ചേർക്കുന്നത് കുക്കുംബറാണ്. ഫൈനലി നമുക്ക് കുറച്ച് ചാട്ട് മസാല സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ചാട്ട് മസാല ഇല്ലെങ്കിൽ കുറച്ച് ഗരം മസാല ആയാലും കുഴപ്പമില്ല. ഇനി നമ്മളുടെ സെക്കൻഡ് സ്ലൈസ് ബ്രെഡിലും കുറച്ച് ബട്ടർ തടവി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് ബട്ടർ ചേർത്ത് നമുക്ക് ഈ സാൻഡ്വിച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാൻ. ഫസ്റ്റ് സൈഡ് ഒരു 5 മിനിറ്റ്സ് ടോസ്റ്റ് ആയതിനു ശേഷം മുകളിലത്തെ ലെയറിൽ കുറച്ചും കൂടി ബട്ടർ അപ്ലൈ ചെയ്ത് ഇത് നമുക്ക് ഇങ്ങനെ തിരിച്ചിടാം. ഇത് തിരിച്ചിടുമ്പോൾ കുറച്ചൊന്ന് കെയർഫുൾ ആയിരിക്കണം. ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സ് ഒന്നും പുറത്ത് വരാൻ പാടില്ല. അടുത്തത് ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ലൈറ്റ് ആയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ സാൻഡ്വിച്ച് എല്ലാ സൈഡിൽ നിന്നും നല്ലോണം സീലായി കിട്ടും. ഈ സ്റ്റെപ്പ് ഒരു പ്രാവശ്യവും കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഒരു സാൻഡ്വിച്ച് ടോസ്റ്റർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഈസിയസ്റ്റ്. ഇപ്പോൾ സാൻഡ്വിച്ച് ടോസ്റ്റർ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പാനിൽ ഇത് ടോസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ക്രസ്റ്റ് ഫോം ആയിട്ടുണ്ട്. ഓൾസോ ബ്രെഡ് നല്ലോണം ക്രിസ്പി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. ഞാനിത് സെർവ് ചെയ്യണത് കുറച്ച് തിൻ സേവ് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്തിട്ടാണ്. ഇത് ഞാൻ ജസ്റ്റ് കടയിൽ നിന്ന് വാങ്ങിച്ച സേവ് പാക്കറ്റാണ്. ഈ സേവ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ക്രഞ്ചിനെസ് കിട്ടും, നിങ്ങൾക്ക് നല്ല സ്വാദായിരിക്കും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നമുക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായി അടുത്ത ആഴ്ച കാണാം. താങ്ക് യു.